ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആഗസ്റ്റ് 3-ാം തീയതി എൻ്റെ കോൺവെക്കേഷനാണ്. അപ്പോൾ തലേദിവസം ഞാനും അമ്മയും കൂടെ കോഴിക്കോടിന് പോവുകയാണ്. കോഴിക്കോട് വെച്ചാണ് കോൺവെക്കേഷൻ. അങ്ങനെ ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. 5:10 എറണാകുളത്തു നിന്ന് കോഴിക്കോടിനുള്ള ട്രെയിന്. നല്ല തിരക്കുണ്ടായിരുന്നു വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവാധീനം കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ താമസിച്ചത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആണ് റൂംസ് ഉള്ളത്. പിന്നെ ഇവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ചെയ്യാം, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ യൂബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ കോൺവെക്കേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഇവിടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 8-10 ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾക്ക് ടാഗും കാര്യങ്ങളൊക്കെ കിട്ടി. അകത്തേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ടാഗ് കിട്ടണം. നമ്മുടെ കൂടെ വരുന്നവർക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം. ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അങ്ങനെ നമ്മൾ ചെയറിൽ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഗൗണും നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രോഗ്രാം തുടങ്ങാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ ഗൗണും ക്യാപ്പൊക്കെ വെച്ചു. എല്ലാവർക്കും ക്യാപ്പ് ഭയങ്കര ലൂസാണ്. ഞാൻ എങ്ങനെയൊക്കെയോ കാണിച്ച് ക്യാപ്പ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. കാരണം നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഇവിടെ വന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മൾ പരിപാടിയിലോട്ട് കടക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യാൻ അഹമ്മദ് ദേവർകോൾ സാറിനെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തിന് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. ഇനിയും മുഖ്യമായ മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടായതുകൊണ്ട് കുറഞ്ഞ സമയം നമ്മുടെ കൂടെ അദ്ദേഹം ചിലവഴിച്ച് നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്ത് അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതാണ്. പ്ലീസ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൗൺസിലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിന് കാരണം ഏത് ഒരു 15-18 വയസ്സായ ഒരാൾ ബോച്ചയുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരും നല്ല നിറഞ്ഞ കയ്യടികൾ കൊടുക്കുക. വളരെ ബഹുമാന ആദരവോടുകൂടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച കടന്നു വരുന്നുണ്ട്. നല്ല കയ്യടികൾ കൊടുക്കുക അദ്ദേഹത്തിന്. സ്ഥാപനങ്ങളൊക്കെ ഉള്ള അദ്ദേഹം ബിസിനസ് വ്യക്തിയാണ്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. എൻ്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി. ലാസ്റ്റ് ടൈം എനിക്ക് വരാൻ സാധിച്ചില്ല. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ആയിരുന്നു, കഴിഞ്ഞ വർഷം എത്തിപ്പെടാൻ പറ്റിയില്ല. എന്ന് പ്രത്യേകം മാപ്പ് ചോദിക്കുകയാണ്. ഈ പ്രാവശ്യം ഇത്തിരി ഉത്തരവാദിത്തം കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് 6 മണിക്ക് എണീറ്റിട്ട്, സാധാരണ 8 മണി കഴിഞ്ഞിട്ട് എനിക്ക് 6 മണി ഒരുപാട് ഫംഗ്ഷനുകളിലൊക്കെ പറ്റാവുന്ന സമയത്ത് പോവാറുണ്ടെങ്കിലും ഇത് വെറും ഒരു ഫംഗ്ഷൻ മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്ക്